എല്ലാവർക്കും സുൽഫത്ത് ഗ്രീനറിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് എന്റെ ചെറുത്തക്കാളിയുടെ അടുത്താണ്. അപ്പൊ നമ്മ ഈ ചെറുത്തക്കാളി തൈ നട്ടതൊന്നല്ലട്ടാ, ഇത് പടുമുള മുളച്ചതാണ്. കിളികളൊക്കെ തിന്നിട്ട് കുരു വീണ് മുളച്ചതാണ്. അപ്പൊ ഇപ്പൊ നമ്മ തക്കാളി ഉണ്ടായപ്പോഴാണ് ശരിക്കും ഈ ചെറുത്തക്കാളി കണ്ടത് തന്നെ. അപ്പൊ നോക്കിയപ്പോഴാണ് പുല്ലിന്റെ ഇടയിൽ ഒരു ചെറുത്തക്കാളിയുടെ തൈയാണ് കണ്ട. നന്നായിട്ട് തന്നെ വളർന്നിട്ടുണ്ട്. നമ്മ ഇത് നനച്ചിട്ടൂല, അതേപോലെ നമ്മ ഒരു വളമൊന്നും കൊടുത്തിട്ടൂല. പക്ഷെ ചെറുത്തക്കാളി കണ്ട ഇഷ്ടം പോലെ ചെറുത്. നമ്മ പഴുത്തതൊക്കെ വിളവെടുത്തതാണ്. റെഡ് ചെറുത്തക്കാളി ആണിട്ടത്. അപ്പൊ ചെറുത്തക്കാളി കുറെ വെറൈറ്റി ഉണ്ട്. അപ്പം യെല്ലോ ഉണ്ട്, റെഡ് ഉണ്ട്, ചോക്ലേറ്റ് കളർ ഉണ്ട്, തക്കാളിയുടെ സൈസ് ഉള്ളതുണ്ട്. അങ്ങനെ പല വെറൈറ്റി തക്കാളികൾ ഉണ്ടല്ലോ. അപ്പൊ ആ ചെറുത്തക്കാളി എന്ന് പറഞ്ഞാൽ നമുക്ക് സലാഡ് ഉണ്ടാക്കാനും വെറുതെ കഴിക്കാനും പിന്നെ കറിയിലിടാനൊക്കെ ഏറ്റവും നല്ലതാണ് ചെറുത്തക്കാളി. നമുക്ക് ഫ്രൂട്ടായിട്ട് കഴിക്കാനൊക്കെ നല്ലതാണ്. ചെറുത്തക്കാളി നട്ടതിനൊക്കെ ഉണ്ട് ഇതേപോലെ നന്നായിട്ട് കഴിക്കും കണ്ട. ഇതൊരു വള്ളി പോലെ പടർന്ന് കയറിയേക്കണേന്ന് കണ്ട. അപ്പൊ ഇതിന് പടരാനുള്ള സ്ഥലം ഉണ്ടെങ്കിൽ ഇതേപോലെ പടർന്ന് കണ്ട എല്ലാ ഇതിലും കായാണ് കണ്ട. എല്ലാ കൊമ്പുമ്മലും കായ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഞാനിപ്പോ വിചാരിച്ചിരിക്കണേന്ന് വെച്ചാൽ ഈ കമ്പുകൾ മൊത്തം കട്ട് ചെയ്ത് നടാന്നാ വിചാരിച്ചേക്കണേ. കട്ട് ചെയ്ത് എന്റെ വീഡിയോ ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. നമുക്ക് തക്കാളിയുടെ വെറൈറ്റി ഒക്കെ നമ്മ പോണേക്ക് മുമ്പ് തന്നെ നമുക്കിത് കട്ട് ചെയ്ത് നട്ട് കഴിഞ്ഞാല് നമുക്ക് ഈ പൂ തുടങ്ങി കണ്ട. ഈ പൂ തുടങ്ങി നമുക്ക് തക്കാളി ഉണ്ടായി കിട്ടേണ്ടി നമുക്ക് ഈ വെറൈറ്റി നമ്മുടെ നഷ്ടപ്പെടുകയില്ല. അപ്പൊ ഞാനിവിടെ എല്ലോ ചെറുത്തക്കാളി നട്ടിട്ടുണ്ട് കണ്ട. ഇപ്പൊ നമ്മ യാതൊരു പരിചയം. അപ്പൊ പണ്ട് കാലത്തൊക്കെ പറയുമല്ലോ മുളക്കണ ചെടിമലൊക്കെ ഇഷ്ടം പോലെ കായ ഉണ്ടാവും. അതേപോലെ തന്നെയാണ് ഇപ്പൊ പറ്റിയണ്ട. ഇതിങ്ങനെ പടർന്ന് പോയേക്കണേണ് മുകളിലോട്ട് കണ്ട. പുല്ലിന്റെ ഒക്കെ ഇടയിൽ കൂടെ ഒക്കെ പടർന്ന് പോയേക്കണേണ്. അതിലൊക്കെ തന്നെ നിറച്ച് കായാണ് കണ്ട. ചെറുത്തക്കാളി ഇങ്ങനെയാണ് വള്ളി പോലെ പടരുള്ളൂ. അപ്പൊ നമുക്ക് ഒരു വള്ളിയോ പന്തലിലൊക്കെ കയറ്റുകയാണെങ്കിൽ ഇതേപോലെ നമുക്ക് കായ കണ്ട. ഓരോ ഇതിപ്പോ കടത്തോടുമ്പത്തേന് ഇതിന്റെ തണ്ടോടി നമുക്ക് ഇത് നട്ടുകൊടുത്തതിന് കഴിഞ്ഞാല് പെട്ടെന്ന് പിടിക്കും. ഇതേപോലെ എളുപ്പം കട്ടിങ്ങാണ് എടുക്കേണ്ടത്. നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇന്നിപ്പോ ഞാനിപ്പോ ഒരുപാട് ഇതിന്റെ കട്ടിങ് മുറിച്ച് നടാന്ന് വിചാരിച്ചിരിക്കണേണ്. നിങ്ങളെ കാണിച്ചു തരാം. കട്ടിങ് നട്ടിട്ട് തക്കാളി പിന്നെ കായ്ക്കുമ്പോ കണ്ട ഇതേപോലെ നല്ല ഭംഗിയാണ് ചെറുത്തക്കാളി കാണാനായിട്ട്. അപ്പൊ ഇതിനിപ്പോ ഞാൻ പറഞ്ഞില്ലേ, നമ്മ യാതൊരു പരിചരണങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. എന്നിട്ട് നിറച്ച് കായ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ ചെറുത്തക്കാളി നടുമ്പാന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മ ഒന്നില്ലെങ്കിൽ ഈ പന്തല് പോലെ പടർത്തണയില് നടാം, അല്ലെങ്കിൽ ഒരു വള്ളി കെട്ടിക്കൊടുക്ക. എന്താന്ന് വെച്ചാൽ കണ്ട ഇതിങ്ങനെ വള്ളി പോലെ പടരണ എന്നോണ്. അപ്പൊ ഇതേപോലെ നമുക്ക് ഇഷ്ടം പോലെ കായ കിട്ടുകയും ചെയ്യും. ഒരു തൈ ഉണ്ടെങ്കിൽ തന്നെ ഇഷ്ടം പോലെ ചെറുത്തക്കാളി കിട്ടും. ചെറുത്തക്കാളി എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ളതാണ്. ഒരുപാട് പേരാണ് എൻ്റെ കയ്യിൽ നിന്ന് ചെറുത്തക്കാളിയുടെ വിത്തൊക്കെ മേടിക്കണത്. ഒരുപാട് പേർക്ക് ഞാൻ കട്ടിങ്ങും അയച്ചു കൊടുത്തിട്ടുണ്ട് ചെറുത്തക്കാളിയുടെ ഒക്കെ. അപ്പൊ ചെറുത്തക്കാളി എല്ലാവരും നടണം. ഇപ്പൊ ഈ സീസണിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തക്കാളിയൊക്കെ ഒരുപാട് ഉണ്ടാവണ ഒരു സീസണുമാണ്. പിന്നെ ചെറുത്തക്കാളിക്ക് അങ്ങനെ പ്രത്യേകിച്ച് സീസണൊന്നും ഇല്ലട്ടാ. നമുക്ക് ഏത് ടൈമിൽ നട്ടാലും ചെറുത്തക്കാളി ഉണ്ടാവും. മഴക്കാലത്തും ഉണ്ടാവും. നമുക്ക് സീസണൊന്നും ഇല്ലാണ്ട് കൃഷി ചെയ്യാൻ പറ്റിയത് തന്നെയാണ് ചെറുത്തക്കാളി. അപ്പൊ വലിയ പരിചരണങ്ങളും വേണ്ട ചെറുത്തക്കാളിക്ക്. നമ്മുടെ സാധാ തക്കാളി പോലത്തെ രോഗങ്ങളോ അല്ലെങ്കിൽ വാട്ടരോഗങ്ങളൊക്കെ വളരെ കുറവായിരിക്കുള്ളൂ ചെറുത്തക്കാളിക്ക്. അതേപോലെ കീടങ്ങളുടെ ആക്രമണങ്ങളൊക്കെ കുറവായിരിക്കും. പിന്നെ ഇവിടെ ഇപ്പൊ ഒരു പ്രശ്നം വെച്ചാൽ ടെറസിൽ തക്കാളിയൊക്കെ നട്ടിട്ട് മുഴുവൻ കിളിയും അണ്ണാനും മരപ്പട്ടിയൊക്കെ കൊണ്ടുപോവുകയാണ്. എന്നാൽ നന്നായിട്ട് ടെറസിലാണ് തക്കാളി കൃഷി ചെയ്തിരുന്നത്. അപ്പൊ ഇപ്പൊ നമുക്ക് ആയി പച്ചനെ തന്നെ കിളികളൊക്കെ കൊത്തി കൊണ്ടുപോവുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ ഞാൻ താഴെ ഈ ഗ്രോ ബാഗിലോ താഴെ നിലത്തൊക്കെയാണ് ഇപ്പൊ തക്കാളി അധികവും നടണത്. നമ്മുടെ ആവശ്യത്തിനുള്ള തക്കാളിയൊക്കെ നടണത്. അല്ലാണ്ട് ഇവിടെ അങ്ങനെ പ്രത്യേകിച്ച് തക്കാളിക്ക് രോഗങ്ങളൊന്നും അങ്ങനെ വരാറില്ല. നമ്മിപ്പോ ചെറുത്തക്കാളുടെ കുറച്ച് കമ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് കമ്പ് നട്ടു കൊടുക്കാം. അപ്പൊ ഞാനിപ്പോ നടാൻ പോണേന്ന് വെച്ചാല് ഫ്രൂട്ട് പ്ലാന്റ് കുറച്ച് ഈ ജാറുകളിൽ നട്ടിട്ടുണ്ട്. അപ്പൊ നമ്മ ആ ജാറിന്റെ സൈഡിൽ കണ്ട അവിടെ നട്ടു കൊടുക്കാൻ പോണത്. അപ്പൊ നമുക്ക് ഇതിൽ തന്നെ ഒരു കമ്പ് വലിച്ച് ഇത് സാവധാനമല്ലേ നമ്മുടെ ഫ്രൂട്ട് പ്ലാന്റ് വളരുള്ളൂ. അപ്പൊ നമുക്ക് അതിന് മുമ്പ് നമുക്ക് നന്നായിട്ട് ചെറുത്തക്കാളി ഉണ്ടായി കിട്ടുകയും ചെയ്യും. പ്രത്യേകിച്ച് നമുക്കപ്പം വേറെ വെള്ളം ഒന്നും കൊടുക്കുകയും വേണ്ട. ഇപ്പൊ ഒന്നിലും മുക്കണമൊന്നുമില്ല കേട്ടാ.
അല്ലാണ്ട് തന്നെ നമുക്ക് പിടിക്കും. ഞാൻ നിങ്ങൾക്ക് ഇത് കാണിച്ചു തരാം ഒരാഴ്ച കഴിയുമ്പോൾ ഇത് പിടിച്ചത്. അപ്പം ഇതേ കണ്ട നമുക്ക് ഇതേപോലെ നട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് മണ്ണിട്ട് കൊടുക്കണ്ട ഈ സൈഡിൽ. അപ്പം നമുക്കൊരു 3 കമ്പൊക്കെ നട്ട് കൊടുക്കാം. ഒരെണ്ണത്തിൽ കണ്ട ഇതേപോലെ പൊതയും ഇട്ട് വെച്ചിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് പൊതയൊക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലം വേണം കേട്ടോ ചെറുത്തക്കാളിയൊക്കെ നടുമ്പോൾ. നല്ല വെയിലിട്ടുള്ള സ്ഥലം തന്നെയാണ്. അപ്പോൾ നമുക്കിതിൽ 3 കമ്പാണ് നമ്മൾ നട്ടേക്കണത്. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അതേപോലെ നമ്മൾ ഒരു കണ്ട ഇതേപോലെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇപ്പം നല്ല വെയിലൊക്കെ ഉള്ള സ്ഥലത്ത് നമ്മൾ നടുമ്പില്ലേ ഒന്ന് തണൽ കൊടുക്കണം. ഒരു 2-3 ദിവസം തണൽ കൊടുത്താൽ നല്ലതായിരിക്കും. നമ്മൾ വല്ല ഓല എന്തെങ്കിലും വെച്ച് നമുക്ക് തണൽ കൊടുക്കാം. ഇതേപോലെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ തക്കാളി കിട്ടും. അടുത്ത പൂ തുടങ്ങി നമുക്ക് തക്കാളി ആയിരിക്കുള്ളൂ. തക്കാളിയൊക്കെ നമുക്ക് ഇങ്ങനെ നട്ടു കൊടുക്കാം കേട്ടോ. ഇത് നമ്മുടെ ഓറഞ്ച് കളറിലുള്ള ചെറുത്തക്കാളിയാണ്. ഇതുപോലെ നമ്മൾ ഡെയിലി ഒന്നും വിളവെടുക്കണതാണ്. ഞാനിതൊരു ഗ്രോ ബാഗിലാണ് നട്ടിരുന്നത് കണ്ട. ഇതിപ്പോൾ ആദ്യം പഴുക്കുമ്പോൾ ഇതേപോലെ മഞ്ഞ കളർ വരും, പിന്നെ നല്ല ഓറഞ്ച് കളറായിരിക്കുള്ളൂ കണ്ട. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചെറുത്തക്കാളിയാണ്. ഇഷ്ടം പോലെ കായ നമുക്ക് ഇതിൽ നിന്ന് കിട്ടിയതാണ്. ഞാനിപ്പോൾ ഈ ബാഗിലൊരു 3 തൈയാണ് നട്ടിരുന്നത്. നമുക്ക് അത്യാവശ്യത്തിന് എല്ലാ ദിവസവും നമുക്ക് തക്കാളി കിട്ടിക്കൊണ്ടിരിക്കണാണ്. നമ്മ ഇതിന്ന് ഡെയിലി വിളവെടുക്കണാണ്. അപ്പൊ നമുക്ക് ഇപ്പൊ ഇതിന്ന് പഴുത്തതൊക്കെ നമുക്കൊന്ന് വിളവെടുക്കാം. കണ്ട നമുക്ക് ഇതേപോലെ വിളവെടുക്കാനായിട്ട് നമുക്ക് കണ്ട ഇതിന്റെ ഇടകളിലൊക്കെ നിറച്ച് പഴുത്ത് കിടക്കണ്ട. കണ്ട കൊറേയൊക്കെ കിളികളൊക്കെ തിന്നേക്കണണ്ട. കിളികളൊക്കെ തിന്ന് അവിടെ തന്നെ എടുക്കട്ടെ. അപ്പൊ അടുത്ത വർഷം വീണ്ടും നമുക്ക് ഇനി മുളച്ച് കിട്ടുമല്ലേ വിത്ത് വീണ് കിടന്നിട്ട്. അപ്പൊ നമുക്ക് ഇപ്പൊ പഴുത്തതൊക്കെ മാത്രം നമുക്ക് വിളവെടുത്താൽ മതി. ഇതൊക്കെ നമുക്ക് അവിടെ ഇരുന്ന് ആയിക്കോളും. നമുക്കിത് പച്ചനെ ചെറുത്തക്കാളി പച്ചനെ അച്ചാറിട്ട ഭയങ്കര ടേസ്റ്റിയാന്ന് പറയണ്ട കേട്ടാ. നമുക്ക് ഈ പച്ച ചെറുത്തക്കാളി അച്ചാറ് ഉണ്ടാക്കാനൊക്കെ ആയിട്ട് എടുക്കാം. അപ്പൊ അതേ പച്ചക്കൂടെ നമുക്ക് പഴുത്തത് ഇടാട്ട് അച്ചാറിടാനായിട്ട്. അപ്പൊ നമുക്ക് ചെറുത്തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് ഇപ്പൊ ജാം ഉണ്ടാക്കാനും സോസ് ഉണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ചെറുത്തക്കാളി. ഫ്രൂട്ടായിട്ട് കഴിക്കാനും നല്ലതാണ്. അപ്പൊ നമ്മുടെ വീട്ടിൽ നമ്മൾ ചെറുത്തക്കാളി വെച്ച് പിടിപ്പിക്കുന്നത് നല്ലതാണ്. കാരണം നമ്മൾ തക്കാളി എല്ലാവരും നടണ ഒന്നാണ്. പ്രത്യേകിച്ച് ഒരു സീസണൊന്നും ഇല്ല തക്കാളിക്ക്. അപ്പൊ നമുക്ക് ഏത് ടൈമിൽ വേണമെങ്കിലും നമുക്ക് നട്ടുകൊടുക്കാം. ഇതിപ്പോ നമുക്ക് ഇതിന്റെ ഉള്ളിലായതുകൊണ്ട് ഇതിന്റെ ഉള്ളിലേക്കൊക്കെ ഇത് പഴുത്തൊക്കെ കിടക്കുന്നുണ്ട് കണ്ട. ഇതിന്റെ ശരിക്കും അതിന് ഇത് എവിടെയാണ് ഇതിന്റെ കടഭാഗം എന്ന് പോലും നമുക്കറിയില്ല കണ്ട. നമ്മ ഇതിന്ന് ഡെയിലി വിളവെടുക്കണമെന്ന് പറഞ്ഞില്ലേ. ഇതിങ്ങനെ മോളിലേക്ക് പോയി എല്ലാ കമ്പുമ്മലും തന്നെ തക്കാളിയാണ് കണ്ട. അപ്പൊ എല്ലാവരും ചെറുത്തക്കാളിയൊക്കെ വീട്ടില് നട്ടുപിടിപ്പിക്കണം. നമുക്ക് ഇതേപോലെ ഫ്രഷ് ആയിട്ടുള്ള ചെറുത്തക്കാളി നമുക്ക് ഡെയിലി വിളവെടുക്കാം. ചെറുത്തക്കാളി നട്ടാൽ നമുക്ക് ഡെയിലി ഇതേപോലെ വിളവെടുക്കാം. അപ്പൊ ഈ തക്കാളി നമ്മ ഇപ്പൊ നട്ട് കഴിഞ്ഞാല് ഈ തക്കാളിയുടെ ഇനം പോണേക്ക് മുമ്പേ നമുക്ക് കമ്പ് മുറിച്ച് നട്ടിട്ടും നമുക്കപ്പൊ പെട്ടെന്ന് തക്കാളി ഉണ്ടാവുകയും ചെയ്യും. ഈ ഇനത്തിലുള്ള തക്കാളി കിട്ടുകയും ചെയ്യും. അപ്പൊ എല്ലാവരും ചെറുത്തക്കാളിയൊക്കെ വീട്ടിൽ കൃഷി ചെയ്യണം. ഒരു പ്രാവശ്യം നമ്മൾ കൃഷി ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെ വിത്തെടുത്ത് തന്നെ വെച്ച് നമുക്ക് അടുത്ത പ്രാവശ്യം കൃഷി ചെയ്താൽ മതി. വിത്തൊന്നും പിന്നെ മേടിക്കേണ്ടി വരില്ല. ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക.